നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് കാപട്യത്തിൻ്റെ പ്രതീകമായ ഒരു ചിത്രം ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ആ ചിത്രത്തോടൊപ്പം രണ്ട് ചിത്രങ്ങൾ കൂടി ചേർത്ത് വെച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ വിഷയത്തിലേക്ക് കൊണ്ടുപോവാം. ആദ്യത്തെ ചിത്രം, പിണറായി വിജയൻ അഴിമതിക്കാരിയായ മകൾ കള്ളപ്പണം ഉണ്ടാക്കിയതിന് തെളിവ് ശേഖരിക്കാൻ കേസെടുത്ത അന്വേഷണ ഏജൻസികൾ പിണറായിയുടെ വാടക വീട്ടിലെത്തിയപ്പോൾ ആ മകൾക്ക് വേണ്ടി പൊതുമുതൽ നശിപ്പിക്കുകയും അന്വേഷണ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ചെയ്തതിന് അറസ്റ്റിലായവരുടെ വീട് സന്ദർശിച്ച മുൻ മന്ത്രി കൂടിയായ CPM നേതാവ് ശിവൻകുട്ടി തന്റെ ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന ചിത്രങ്ങളിലെ മൂന്നാമത്തെ ചിത്രമാണ് വൈറലായ ആദ്യത്തെ പ്രതീകാത്മകമായ ചിത്രം. ആ ചിത്രം ഇതാണ്, അതായത് അകത്തായവന്റെ ചിത്രം. രണ്ടാമത്തെ ചിത്രം അടി കണ്ടു നിന്നവന്റെ ചിത്രമാണ്, അതായത് മന്ത്രി ശിവൻകുട്ടിയുടെ വീടിന്റെ ചിത്രം, അതായത് മന്ത്രി ശിവൻകുട്ടിയുടെ ആഡംബര വീടിന്റെ ചിത്രം. മൂന്നാമത്തെ ചിത്രം ആർക്കു വേണ്ടിയാണോ അടിയുണ്ടാക്കി ആദ്യ ചിത്രത്തിലുള്ള വീട്ടിൽ താമസിക്കുന്ന പയ്യൻ ജയിലിൽ പോയത്, ആ അടിപ്പിച്ചവന്റെ വീടിന്റെ ചിത്രമാണ്. ഈ മൂന്ന് ചിത്രങ്ങളും കൂട്ടി വായിച്ചാൽ മാത്രമേ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കാപട്യം പൂർണ്ണമായും വ്യക്തമാവൂ. പിണറായിയുടെ അഴിമതിക്കാരിയായ മകളെ സംരക്ഷിക്കാൻ വേണ്ടി ജയിലിലായ പാവപ്പെട്ട ആ ചെറുപ്പക്കാരന്റെ വീടിന്റെ ഉള്ളിലെ ചുമരാണ് ശിവൻകുട്ടി ഇരിക്കുന്ന ആ ചിത്രത്തിലുള്ളത്. ആ ചുമരിന്റെ പഴകിയ അവസ്ഥ, പെയിന്റ് പോലും അടിക്കാത്ത ആ ദുരവസ്ഥ ആരെയാണ് ആശങ്കപ്പെടുത്താത്തത്? തല്ലുകൊല്ലാനും പാർട്ടി പറയുന്നതനുസരിച്ച് തല്ലി ജയിലിൽ പോവാനും തൻ്റെ കരിയർ നശിപ്പിക്കാനും വിധിക്കപ്പെട്ട ഈ കൂട്ടരുടെ വീട് എക്കാലത്തും ഇങ്ങനെയാവും. അവരുടെ പ്രൊമോഷൻ എന്ന് പറയുന്നത് രക്തസാക്ഷിത്വമാണ്. അന്ന് കേന്ദ്രസേന സംയമനം പാലിച്ചില്ലായിരുന്നെങ്കിൽ ഇവരിൽ ഒന്നോ രണ്ടോ പേർ രക്തസാക്ഷികളാകുമായിരുന്നു. കൂത്തുപറമ്പിൽ ചെയ്തതുപോലെ അത്തരമൊരു ഇടപെടൽ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചാണ് വാസ്തവത്തിൽ CPM ഈ കലാപത്തിനിറങ്ങിയത്. രക്തസാക്ഷികൾ ഉണ്ടായെങ്കിൽ CPMന് ബക്കറ്റ് പിരിവ് നടത്താം, പാർട്ടി ഘടകങ്ങളോട് വിഹിതം ചോദിക്കാം, എന്നിട്ട് ആ രക്തസാക്ഷി ഫണ്ടിൻ്റെ 3/4 ഭാഗവും അടിച്ചു മാറ്റാം. എന്തെങ്കിലും നക്കാപ്പിച്ചു കൊടുത്ത് അവരെ നിശബ്ദരാക്കിയാൽ മതി. ഈ ചിത്രത്തിലെ വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. മകനെ പഠിക്കാൻ വിട്ടത് അവൻ ജോലി നേടി വീട്ടുകാരെ സംരക്ഷിക്കും എന്ന് വ്യാമോഹിച്ചാണ്. അവനിപ്പോൾ ജയിലിലാണ്. എത്ര ദിവസം ജയിലിൽ കഴിയേണ്ടി വരും എന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. ഈ കേസിലേക്ക് കേന്ദ്ര ഏജൻസികൾ വരികയോ UAPA ചുമത്തുകയോ ചെയ്താൽ അവൻ 1-2 വർഷത്തേക്ക് പുറത്തു വരാൻ കഴിയുന്നില്ല. കേസ് നീണ്ടു പോകും. അവന് ജീവിതമേ കുട്ടിച്ചോറാവും. രക്തസാക്ഷി അല്ലാത്തതുകൊണ്ട് സഖാക്കൾ പിരിക്കുന്നതിന് വിഹിതം പോലും തരില്ല. ഇങ്ങനെ എത്രയോ പാവപ്പെട്ട സഖാക്കൾ അവരുടെ ജീവിതം ഇല്ലാതാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? നാടിനു വേണ്ടി സമരം നടത്തിയിട്ടാണോ? വിദ്യാഭ്യാസ പരിഷ്കാരത്തിന് വേണ്ടിയാണോ? ഒരിക്കലുമല്ല. മുഖ്യമന്ത്രിയുടെ മകൾ ഈ നാട്ടിൽ പഠിക്കാതെ, മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച് ലോകം മുഴുവൻ ചുറ്റി നടന്ന് ആഡംബര ജീവിതം നയിക്കുന്നതിനെക്കുറിച്ച് അന്വേഷണമുണ്ടായപ്പോൾ അത് തടയാൻ വേണ്ടി പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കേസിൻ്റെ പേരിൽ. അതേസമയം ആർക്കു വേണ്ടിയാണോ ജയിലിൽ പോയത്, ആരാണോ ഈ പിള്ളേരെ തെരുവിലേക്ക് ഇറക്കി വിട്ടത്, അയാൾ താമസിക്കുന്നത് എവിടെയാണ്? ഞാൻ ചോദിക്കുന്നത് പിണറായി വിജയനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ അടച്ചിട്ടിരിക്കുന്ന കണ്ണൂരിലെ വീട് ഇതുവരെ ആരും മുഴുവനെ കണ്ടിട്ടില്ല. വലിയൊരു 2 നില കെട്ടിടമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഗേറ്റ് ഉൾപ്പെടെ ഒരു ചിത്രം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. കണ്ണൂരിലെ ധർമ്മടത്തെ സഖാക്കൾ പോലും ആ വീടിനുള്ളിൽ കയറിയിട്ടില്ലത്രേ. മുഖ്യമന്ത്രി കസേരയിൽ ഇറങ്ങിയപ്പോൾ തന്നെ പാർട്ടി അദ്ദേഹത്തിന് 2 ഫ്ലാറ്റുകൾ കൊടുത്തു. സാധാരണ ആളുകൾ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പക്ഷേ പിണറായിക്കും കമലയ്ക്കും താമസിക്കണമെങ്കിൽ 2 ഫ്ലാറ്റ് വേണം. കണ്ടോൺമെന്റ് ഹൗസിൽ ഇപ്പോൾ താമസിക്കുന്ന മുഖ്യമന്ത്രി മാറുമ്പോഴേ അങ്ങോട്ട് മാറാൻ കഴിയൂ. അതുവരെ AKG സെന്റർ ഔദ്യോഗികമായി അനുവദിച്ച 2 ഫ്ലാറ്റിൽ താമസിക്കാമായിരുന്നു. പക്ഷെ പോരാ, വലിയ ആഡംബര വീട് വേണം എന്നതുകൊണ്ട് 5000-ലധികം സ്ക്വയർ ഫീറ്റുള്ള അത്യാഡംബര വീട്ടിലേക്ക് വീട് വാടകയ്ക്കെടുത്ത് പിണറായി മാറി താമസിച്ചു. കൊട്ടിഘോഷിക്കുന്ന ലൈഫ് മിഷൻ പദ്ധതിയിൽ ഒരു പാവപ്പെട്ടവന് വീട് കൊടുക്കാൻ 4 ലക്ഷം രൂപ മാത്രം അനുവദിച്ച് അത് മതിയെന്ന് പറയുന്നിടത്താണ് ലക്ഷക്കണക്കിന് രൂപയുടെ കാലിത്തൊഴുത്തും സ്വിമ്മിംഗ് പൂളും ഉണ്ടായി ആഘോഷ ജീവിതം നയിച്ച, ലോകത്തെവിടെ പോയാലും ഹയത്തിൽ മാത്രം താമസിച്ച് ശീലിച്ച പിണറായി ഈ 5000 സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് മാറിയത്. ആ പിണറായിക്ക് വേണ്ടിയാണ് വീടില്ലാത്ത ഈ പാവപ്പെട്ടവൻ ജയിലിലായിരിക്കുന്നത്. ഇനി തല്ല് കണ്ടു നിന്നവൻ, അന്ന് അവരെ പിന്തിരിപ്പിക്കാതെ രക്തസാക്ഷിയാവാൻ ദാഹിച്ചുകൊണ്ടിരുന്നവൻ, ഒടുവിൽ അവരുടെ വസതിയിൽ പോയി ആശ്വസിപ്പിക്കാൻ മനസ്സ് കാട്ടിയവൻ എവിടെയാണ് താമസിക്കുന്നത് നോക്കാം. തിരുവനന്തപുരത്തെ വെള്ളായണി കായലിന് തീരത്തെ ഒരു കുന്നിൻ മുകളിൽ വിശാലമായ കാമ്പസോടുകൂടി പണിതീർത്തിരിക്കുന്ന അത്യാഡംബര വീട്. ചെലവ് കുറഞ്ഞ് വീട് നിർമ്മിക്കുന്ന കോസ്ഫോർഡ് നിർമ്മിച്ച വീടാണ്. പക്ഷേ 2 നില വീടിൻ്റെ സൗകര്യങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. വനിതയുടെ വീട് എന്ന മാസിക ഒരിക്കലത് ഫീച്ചർ ചെയ്തിരുന്നു. ഈ അത്യാഡംബര വീട്ടിലെ മന്ത്രിവസതി ഒഴിഞ്ഞ ശിവൻകുട്ടിയും ഭാര്യയും ആ അത്യാഡംബര വീട്ടിലേക്കാണ് താമസം മാറ്റിയത്.
ജയിലിലായവർ രണ്ട് കാര്യം കൂടി മനസ്സിലാക്കണം. ശിവൻകുട്ടിയുടെ ഭാര്യ ആർ പാർവതി ദേവി നല്ല സ്ത്രീയാണ്, സൗമ്യയായി സംസാരിക്കും, നല്ല സ്നേഹമുള്ളയാളാണ്, മഹാനായ പി ഗോവിന്ദപ്പള്ളിയുടെ മകളാണ്. പക്ഷേ ഈ പാർവതി ദേവി കൈരളി ചാനലിൽ നിന്ന് നേരെ പോയത് പിണറായി ഭരണകാലത്തെ PSC അംഗത്വത്തിലേക്കാണ്. PSC അംഗമെന്ന നിലയിൽ 2.5 ലക്ഷത്തിലധികം രൂപ ശമ്പളം കൈപ്പറ്റി. ഇപ്പോൾ ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ പെൻഷൻ കൈപ്പറ്റി സുഖമായി ജീവിക്കുന്നു. മരിക്കുന്നത് വരെ ഈ 1.5 ലക്ഷം പെൻഷനും മരിച്ചാൽ കുടുംബ പെൻഷനും കിട്ടും. ശിവൻകുട്ടിയുടെ കാര്യം പറയുക വേണ്ട. മേയറും MLAയും മന്ത്രിയുമായി തോറ്റു പുറത്തേക്ക് പോയി ശിവൻകുട്ടിക്കും കിട്ടും ലക്ഷങ്ങൾ പെൻഷനായി. ഇനി ഇവരുടെ ഏക മകൻ, അദ്ദേഹം കേരളത്തിൽ എവിടെയെങ്കിലും പഠിച്ചതായി അറിയാമോ? ഇല്ല. പഠിച്ചത് ഡൽഹിയിലും സിംഗപ്പൂരിലും മണിപ്പാലിലുമൊക്കെയാണ്. അതായത് കേരളത്തിലെ വിദ്യാഭ്യാസം നല്ലതാണ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി തൻ്റെ മകനെ പഠിപ്പിച്ചത് മുഴുവൻ വിദേശത്തും സംസ്ഥാനത്തിന് പുറത്തുമാണ്. ആരാണ് പഠിക്കുന്നത്? പാവപ്പെട്ട വിദ്യാർത്ഥികൾ. അവരുടെ വീട് ഇങ്ങനെ തന്നെയാവും. അവർ കൊടി പിടിക്കുന്നത്, ജയ് വിളിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? കോടീശ്വരൻ ആഡംബര ജീവിതം നയിക്കുന്ന ശിവൻകുട്ടിമാർക്ക് വേണ്ടിയും പിണറായി വിജയന് വേണ്ടിയും. ജിതിൻ കെ ജേക്കബ് ഇങ്ങനെ എഴുതി: കോടതി നിർദ്ദേശപ്രകാരം പിണറായിയുടെയും മകളുടെയും കള്ളപ്പണ ഇടപാടും അഴിമതിയും അന്വേഷിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുന്ന അന്തം കമ്മിയുടെ വീട് സന്ദർശിക്കുന്ന കമ്മി നേതാക്കൾ. തൊഴിലാളി നേതാവായ പിണറായിയെയും കോർപ്പറേറ്റ് മുതലാളിയായ പിണറായിയുടെ മകളും ജീവിക്കുന്നത് 3 ലക്ഷം രൂപ മാസവാടകമുള്ള വീട്ടിൽ. അത് തെറ്റാണ് കേട്ടോ, അത്രയും വാടകയില്ല. വലിയ വീടാണ്, പക്ഷെ വാടക 3 ലക്ഷം തെറ്റാണ്. റെയ്ഡ് കഴിഞ്ഞ് 30,000 രൂപ മാത്രമാണ് വാടക എന്ന് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയതാണ്. റെയ്ഡ് കഴിഞ്ഞ് അവർ അവരുടെ വീടുകളിൽ AC ഒക്കെ ഇട്ട് സുഖമായി കിടന്നുറങ്ങി. നേതാവിൻ്റെയും മകളുടെയും കള്ളപ്പണ ഇടപാടും അഴിമതിയും അന്വേഷിക്കണമെന്ന് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുന്ന അന്തം കമ്മിയുടെ വീടിൻ്റെ അവസ്ഥ നോക്കൂ. ഈ കേസിൽ ഇവനൊക്കെ പുറലോകം കാണാൻ കുറേ നാൾ പിടിക്കും. അവിടെ കിടന്ന് നരകിക്കട്ടെ. വീടിനും ഗുണമില്ല, നാടിനും ഗുണമില്ല. ഇവനൊക്കെ ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കുന്നത് തന്നെയാണ് വീട്ടുകാർക്കും പൊതുസമൂഹത്തിനും നല്ലത്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ഒരു പേജിൽ വന്ന കുറിപ്പ് ഇങ്ങനെയാണ്: 1. ശിവൻകുട്ടിക്ക് വേണ്ടി കൊല്ലാനും വെട്ടാനും നടക്കുന്ന ഗുണ്ടയുടെ വീട്. 2. ശിവൻകുട്ടിയുടെ വീട്. അകത്ത് കിടക്കുന്ന ഗുണ്ട അഭിമാനത്തോടെ പറയും, ശിവൻകുട്ടി സഖാവ് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഇതാണ് കമ്മ്യൂണിസ്റ്റ് കാപട്യം. ഇതാണ് CPMൻ്റെ കപട സദാചാരവും കപട തൊഴിലാളി സ്നേഹവും. പാവപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത്, മക്കളോട് ഇതൊക്കെ സമയം കിട്ടുമ്പോൾ പറഞ്ഞു കൊടുക്കുക. നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കുമായിരിക്കും.